എല്ലാവരും മെഴുകുതിരി കത്തിക്കും. മെഴുകുതിരി കത്തിച്ച് നമ്മൾ 23-ാമത്തെ പാട്ട് എന്നോടുള്ള സർവ്വ നന്മകൾക്ക് എന്ന പാട്ട് പാടി ഒരുമിച്ച് ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാം. നമ്മൾ അൾത്താരയുടെ അടുക്കൽ മുന്നിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം ഈ പ്രഭാതത്തിലുണ്ട്. ഇപ്പോഴും മെഴുകുതിരി എന്ന കരുതുന്നത് കണ്ടു. പ്രാർത്ഥിച്ച ദേവാലയത്തിലേക്ക് കവാടം ഞങ്ങളുടെ മുൻപിൽ തുറന്നു നൽകിയ പരിശുദ്ധ കർത്താവേ, ഈ ആലയത്തിൻ്റെ കവാടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ദേവാലയത്തിൻ്റെ മണിനാഥം ശ്രദ്ധയോടുകൂടെ കേട്ട് ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഈ ആലയത്തിലേക്ക് 2025 എന്ന പുതിയ വർഷത്തിൽ ഞങ്ങൾ പ്രവേശിക്കട്ടെ. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കണമേ. അവിടുന്ന് കൂടെ ഉണ്ടാകും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പരിശുദ്ധ ദൈവമേ, ഈ ആലയത്തിലെ അനുഗ്രഹം തന്നെ ഞങ്ങളുടെ ജീവിതം നിറയുവാൻ, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളൊക്കെ നിറയുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ നിമിഷം മുതൽ ആരംഭിക്കുന്ന പുതിയ വർഷത്തിൻ്റെ ഓരോ നാളുകളിൽ ഓരോ നിമിഷങ്ങളിൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും കാവലും ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലെ മെഴുകുതിരി പോലെ ഒരു വർഷം കൂടെ കത്തിശോഭിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, തലവണഞ്ഞ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ സന്തോഷം അത് ജീവിതത്തിൽ എപ്പോഴും നിറയപ്പെടുവാൻ ഓർമ്മയായി നന്ദിയോടുകൂടി ഓർക്കുന്നു. അവർക്കും അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളെ അവിടുന്ന് ലഭ്യമാക്കി കൊടുക്കണം. ഞങ്ങൾ ആലയത്തിൻ്റെ അൾത്താര മുന്നിൽ കടന്നു വന്ന് ഞങ്ങൾ അർപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് മുഴുവനായി സ്വീകരിച്ച് ഞങ്ങളെ വചനം കൊണ്ട് അവിടെ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. അനുഗ്രഹത്തോടുകൂടി അയക്കുവോളം അങ്ങ് കൂടെ ഉണ്ടാകും. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. ഇപ്പോൾ നമുക്ക് എന്നോടുള്ള സർവ്വ നന്മകൾക്ക് എന്ന പാട്ടുപാടി ദേവാലയം